ലോകകപ്പിലെ ഏറ്റവും കരുത്തരായ സംഘം ഏതെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഉത്തരം അത് ഫ്രാൻസ് ആണ്. എന്നാൽ ഫ്രഞ്ച് പടയിൽ ഫ്രഞ്ച് വംശജരെ കണ്ടുകിട്ടുക പ്രയാസവുമാണ്. അതൊരു ലോക സംഘമാണ്. ലോകകപ്പിൽ എതിരാളികളുടെ പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് ഫ്രാൻസ്. കിലിയൻ എംബാപ്പെ, മൈക്കൽ ഒലീസെ, ഉസ്മാൻ ഡെംബെലെ എന്നിവരുടെ നേതൃത്വത്തിൽ ആക്രമണ ഫുട്ബോൾ കളിക്കുന്ന ഫ്രഞ്ച് പട ടൂർണമെന്റിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ടീമെന്ന നേട്ടം ഇതിനോടകം സ്വന്തമാക്കി കഴിഞ്ഞു. എന്നാൽ ഫ്രാൻസിന്റെ വിജയക്കുതിപ്പിന് പിന്നിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ലോകകപ്പിൽ കളിക്കുന്ന ഫ്രഞ്ച് ടീം യഥാർത്ഥത്തിൽ ഒരു ലോക സംഘം കൂടിയാണ്. ഫ്രാൻസിന്റെ ആക്രമണ നിരയിലെ പ്രധാന താരങ്ങളായ കിലിയൻ എംബാപ്പയുടെയും മൈക്കൽ ഒലിസയുടെയും കുടുംബപേരുകൾ അൾജീരിയയിലേക്കാണ് നീളുന്നത്. എംബാപ്പയുടെ കുടുംബത്തിന് കാമറൂണുമായും ബന്ധമുണ്ട്. ഒലീസയ്ക്ക് ഇംഗ്ലീഷ് നൈജീരിയൻ പാരമ്പര്യമുണ്ട്. ഉസ്മാൻ ഡെംബെലയുടെ കുടുംബപേരുകൾ മാലിയിലും സെനഗലിലുമാണ്. യുവതാരം റയാൻ ജർക്കിക്ക് ഇറ്റാലിയൻ, അൾജീരിയൻ പാരമ്പര്യമാണുള്ളത്. മധ്യനിരയിലെ കരുത്തനായ ഇംഗ്ലോ കാന്റയുടെ പേരുകൾ മാലിയിലാണ്. ഹെർണാണ്ടസ് സഹോദരന്മാർക്ക് സ്പാനിഷ് പാരമ്പര്യമുണ്ട്. പ്രതിരോധ നിരയിലെ കരുത്തൻ ഉപമക്കാനയുടെ കുടുംബം ഗിനിയിൽ നിന്നാണ്. വില്യം സാലിബയ്ക്ക് ലെബനൻ, കാമറൂൺ പേരുകളാണുള്ളത്. ഇങ്ങനെ ഫ്രഞ്ച് ടീമിലെ ഭൂരിഭാഗം താരങ്ങൾക്കും യൂറോപ്പിലെയും ആഫ്രിക്കയിലെയും വിവിധ രാജ്യങ്ങളുമായി ബന്ധമുണ്ട്. ടീമിലെ വളരെ കുറച്ച് താരങ്ങൾക്കാണ് പൂർണ്ണമായും ഫ്രഞ്ച് പേരുകളുള്ളത്. മധ്യനിര താരം ആർഡൻ റാബിയോ, പ്രതിരോധ താരം ലൂക്കാസ് ഡിഗ്നെ, ഗോൾ കീപ്പർ റോബിൻ റിസർ എന്നിവരാണ് അതിൽ പ്രധാനപ്പെട്ടവർ. ബാക്കി താരങ്ങളുടെ കുടുംബപേരുകൾ യൂറോപ്പിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങളിലാണ്. സ്പെയിൻ, ഇംഗ്ലണ്ട്, ഇറ്റലി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾ മുതൽ അൾജീരിയ, കാമറൂൺ, മാലി, ഗിനിയ, ബെനിൻ, കോങ്കോ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളും ഹെയ്ത്തി, ഗ്വാഡലൂപ്പ്, മാർട്ടിനിക് പോലുള്ള പ്രദേശങ്ങളും ഫ്രഞ്ച് ടീമിൽ ഇടം പിടിക്കുന്നു. കുടിയേറ്റത്തെ ശക്തിയാക്കി മാറ്റിയ ഫ്രാൻസ് ഒരു ഫുട്ബോൾ ടീം മാത്രമല്ല, ലോകം മുഴുവൻ ചേർന്ന ഒരു സംഘം കൂടിയാണ്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം.